നമസ്കാരം. നമ്മൾ വിചാരിക്കുന്നതിലും വലിയ സ്വാധീനമുള്ള രാജ്യമാണ് ചൈന. നമ്മുടെ അയൽ രാജ്യമായതുകൊണ്ടും നമ്മളുമായി അതിർത്തി തർക്കമുള്ളതുകൊണ്ടും അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നത് കൊണ്ടുമൊക്കെ നമുക്കങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ ചൈന പാകിസ്ഥാനല്ല. ചൈന അതിശക്തമായ രാജ്യമാണ്. ആ സത്യം അംഗീകരിച്ചു മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. സൈനികമായും സാമ്പത്തികമായും ചൈന അമേരിക്കയേക്കാൾ മുമ്പിലാണ് എന്ന് പറയേണ്ടി വരും. GDP-യിൽ 2ാം സ്ഥാനത്താണെങ്കിലും അടിസ്ഥാനപരമായി ചൈന ഒന്നാമതാണ് എന്ന് പറയേണ്ടി വരും. അത് ഓരോ മേഖല എടുത്തു നോക്കിയാൽ മതി. അമേരിക്കയുടെ കുത്തകയായിരുന്ന പിന്നീട് ജർമ്മനിയും ജപ്പാനും ഫ്രാൻസും സൗത്ത് കൊറിയയും ഒക്കെ ആധിപത്യം സ്ഥാപിച്ച കാർ നിർമ്മാണ മേഖലയിൽ പോലും ഒന്നാമതെത്തി നിൽക്കുന്നത്, അതും മറ്റ് രാജ്യങ്ങളൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഒന്നാമതെത്തി നിൽക്കുന്നത് ചൈനയാണ്. കഴിഞ്ഞ വർഷം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ 31.6% ഉൽപ്പാദിപ്പിച്ചത് ചൈനയിലാണ്. ലോക പോലീസായ അമേരിക്ക നേർപകുതി 15.9%, നമ്മുടെ മാതൃരാജ്യമായ ഭാരതം 2.9% ഗ്ലോബൽ പ്രോഡക്റ്റിന്റെ വിഹിതം കൈപ്പറ്റുമ്പോഴാണ് ചൈന 1/3 ഉൽപ്പാദനവും നടത്തിയത്. സാമ്പത്തിക ശാസ്ത്രമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപ്പാദനമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ. അത്രയും ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കിയെങ്കിൽ അത്രയും ഉപഭോഗം ഉണ്ടായിട്ടുണ്ട്, അത്രയും കയറ്റുമതി ഉണ്ടായിട്ടുണ്ട്, അത്രയും പേർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ചൈന ഒന്നാമതാണ് എന്ന് പറയാൻ മടിക്കേണ്ടതില്ല. ചൈനയുടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി 3.58 ട്രില്യൺ അമേരിക്കൻ ഡോളറാണ്. ഒരു ട്രില്യൺ എന്ന് പറയുന്നത് 1000 ബില്യൺ ആണ്. ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി 820.93 ബില്യണും, അതായത് 1 ട്രില്യണില്ല. ഇന്ത്യയേക്കാൾ 4 ഇരട്ടിയാണ് ചൈനയുടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി. എന്തിന് ഇന്ത്യ പറയുന്നു? അമേരിക്കയുടെ കയറ്റുമതി 2.06 ട്രില്യണാണ്. ഏതാണ്ട് ഇരട്ടിയോളം ചൈനയ്ക്കുണ്ട്. ഇങ്ങനെ ചൈന വളരുന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയ കാരണം തന്നെയാണ്. ചൈനയുടേത് ഒരു സ്വേച്ഛാധിപത്യ മുതലാളിത്ത ഭരണമാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്വേച്ഛാധിപത്യമുണ്ട്, മുതലാളിത്തമുണ്ട്. സ്വേച്ഛാധിപത്യമാണ് കമ്മ്യൂണിസം. പാർട്ടിയാണ് അവിടെ വലുത്. അവിടെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അവിടെ ജനാധിപത്യമില്ല, പേഴ്സണൽ ലിബർട്ടി ഇല്ല. സർക്കാർ തീരുമാനിക്കുന്നു, ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നു, ജനങ്ങൾ മൗനം പാലിക്കുന്നു. ഇതാണ് സ്വേച്ഛാധിപത്യത്തിന്റെ പ്രത്യേകത. ജനങ്ങൾ അസ്വസ്ഥരാകും, അവരുടെ ജീവിതം അർത്ഥമില്ലാത്തതാവും. അതാണ് സോവിയറ്റ് യൂണിയന് സംഭവിച്ചത്. എന്നാൽ അതിനെ മറികടക്കാൻ ജനങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ മുതലാളിത്തത്തിന് വഴി തുറന്നു കൊടുത്തു. നിങ്ങൾക്ക് പേഴ്സണൽ ലിബർട്ടി ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി സുഖമായി ജീവിക്കാം. ഇതാണ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം മുതലാളിത്തത്തിന് സകല വഴിയും തുറന്നു കൊടുത്തു. അതൊരു തടസ്സവുമില്ല. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉൽപാദനത്തിന് അനുകൂലമാണ്, വ്യവസായങ്ങൾക്ക് അനുകൂലമാണ്, ആർക്കും ചെയ്യാം. എല്ലാ ഇളവുകളും സബ്സിഡിയും പിന്തുണയും ഉണ്ട്. പക്ഷേ പേഴ്സണൽ ലിബർട്ടി ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൈന നല്ലതാണ്. നിങ്ങൾ സമൂഹത്തിന്റെ കാര്യം നോക്കരുത്, നിങ്ങളുടെ ബുദ്ധിയും ചിന്താശേഷിയും മാറ്റിവെക്കണം. അങ്ങനെ ഒരു മാനുഫാക്ചറിങ് അന്തരീക്ഷം ഉണ്ടാക്കി സമരങ്ങളില്ല, ആർക്കും ചെയ്യാം. എന്ന് മാത്രമല്ല, ലോകത്ത് ആർക്ക് വേണമെങ്കിലും ചൈനയിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പോരാ, ഒരു തടസ്സവുമില്ല. അവരുടെ കാര്യത്തിൽ ഇടപെടരുത്, അവരുടെ രാഷ്ട്രീയത്തിൽ ഇടപെടരുത്. എന്നോടൊരാൾ പറഞ്ഞത്, നമ്മളൊരു 45-50 ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിയുകയാണെന്ന് വെക്കുക. എങ്കിൽ പോലും ചൈനയിൽ പോയി സന്ദർശിച്ച് അവിടെ ഒരു ഷോപ്പിംഗ് നടത്തി, അങ്ങനെ കിലോമീറ്ററുകൾ ഫാക്ടറികളാണ്, എല്ലാം കിട്ടും. വീട് നിർമ്മാണമാണെങ്കിൽ എല്ലാം കിട്ടും. നമ്മളെ കൊണ്ട് നടക്കാൻ ആളുണ്ട്. വേണ്ടതെല്ലാം ഓർഡർ ചെയ്ത് പോന്നാൽ അത് കണ്ടെയ്നറിൽ നമുക്കിവിടെ എത്തും. ഇവിടെ എത്തി നമ്മൾ വീട് നിർമ്മിച്ചാൽ അതായിരിക്കും ലാഭം. ഇവിടെ നമ്മൾ സാധനങ്ങൾ വാങ്ങി ഇവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വീട് പണിയുന്നതിനേക്കാൾ ലാഭം. ഒരു 50 ലക്ഷം രൂപയുടെ വീടിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ പിന്നെ വലിയ ഫ്ലാറ്റുകൾ നിർമ്മിക്കുമ്പോൾ, വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഇത് സ്ഥിതി പറയേണ്ടതുണ്ടോ? അതാണ് ചൈന. അങ്ങനെയാണ് ചൈന വളർന്നു വരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, വലിയ റോഡുകൾ, റെയിൽവേ, ബുള്ളറ്റ് ട്രെയിനുകൾ, വിമാനങ്ങൾ, എയർപോർട്ടുകൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ അവിടെ ഞൊടിയിടി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം ചൈനയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. കാര്യശേഷിയുള്ള, നൈപുണ്യമുള്ള മനുഷ്യവിഭവശേഷി ഏറ്റവും കൂടുതലുള്ളത് ചൈനയിലാണ്. ജനസംഖ്യയിൽ നമ്മൾ അല്പം മുമ്പിൽ കയറി. പക്ഷെ നമ്മുടെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും നൈപുണ്യമുള്ളവരല്ല, ടാലൻ്റ് ഉള്ളവരല്ല. ചൈനയിൽ ആ മേഖലയിൽ ഒരുപാട് ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യശേഷിയുള്ള തൊഴിലാളികളുണ്ട്, അതും കുറഞ്ഞ ശമ്പളത്തിൽ. ഇന്ത്യക്കാർക്ക് വീട് വയ്ക്കാനായി സാധനം വാങ്ങാനാണെങ്കിൽ അവർ ചൈനയിൽ പോകും. അല്ല, അമേരിക്കക്കാർക്ക് അവരുടെ ഐഫോൺ ഉണ്ടാക്കണമെങ്കിൽ ചൈനയിൽ പോകും. അങ്ങനെ ചൈന വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ആ വളർച്ചയെ, വികസനത്തെ തടയാൻ ആർക്കും കഴിയില്ല. ഇത് ചൈനയുടെ സാമ്പത്തിക കാര്യമാണ്. 2ാമത്തെ ഭാഗം ചൈനയുടെ സൈനിക ശക്തിയാണ്. ചൈനയുടെ സൈനിക ശക്തിയെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല എന്നതാണ് വാസ്തവം. 1979
വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം ചൈന ഒരു യുദ്ധത്തിൻ്റെയും ഭാഗമായിട്ടില്ല. അതായത് അരനൂറ്റാണ്ടായി ചൈന ഒരു യുദ്ധത്തിൻ്റെയും ഭാഗമായിട്ടില്ല. 80കളുടെ ഒടുവിലാണ് ചൈന ഒരു മുതലാളിത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറുന്നതും വലിയ വളർച്ച ചൈനയെ തേടിയെത്തുന്നതും. എന്ന് വെച്ചാൽ ചൈന സാമ്പത്തിക നേട്ടം കൊയ്തതിന് ശേഷം ചൈന ഒരു യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ സൈനിക ശേഷിയെക്കുറിച്ച് ആർക്കും നിശ്ചയമില്ല. പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കയേക്കാൾ ശേഷി ചൈനയ്ക്കുണ്ട്. എല്ലാ സംവിധാനങ്ങളും ചൈനയ്ക്കുണ്ട്. ചൈന അവസരം കാത്തിരിക്കുകയാണ്. അവർക്കൊരു സമയം വരും. അവർ വെറുതെ ചെറിയ കേസൊന്നും കയറി പിടിക്കില്ല. അയലോക്കത്തൊന്നും സംഭവിക്കുന്ന അവർക്ക് വിഷയമല്ല. അവർക്ക് ഒരുപാട് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. കേവലം ഇന്ത്യയുമായുള്ള തർക്കം മാത്രമല്ല, ഒരുപാട് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അവിടെ സൗത്ത് ചൈന കടലിടുക്കിലെ സകല രാജ്യങ്ങളും ചൈനയുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. തായ്വാൻ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ജപ്പാൻ, ഒമാൻ, സിംഗപ്പൂർ, ബ്രൂണെ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ലാവോസ്, ടിബറ്റ് എന്നുവേണ്ട സകല രാജ്യങ്ങളോടും ചൈനയ്ക്ക് പ്രശ്നമാണ്. അതിൽ ജപ്പാനുമായുള്ള പ്രശ്നവും തായ്വാനുമായുള്ള പ്രശ്നവും വളരെ രൂക്ഷമാണ്. തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുകയും ഏതു നിമിഷവും തായ്വാൻ പിടിച്ചെടുക്കുമെന്ന് ചൈന പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ എപ്പോൾ സംഭവിക്കും എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ചൈന സമയം കാത്തിരിക്കുകയാണ്. അമേരിക്കയേക്കാൾ മുമ്പിലെത്തി ലോക പോലീസ് കിരീടമെടുത്ത് തലയിൽ വെച്ചതിന് ശേഷം സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് സോവിയറ്റ് യൂണിയന്റെ കാലത്തെ നാണിപ്പിക്കുന്ന തരത്തിൽ മാറാനുള്ള നീക്കങ്ങൾ ചൈന നടത്തുകയാണ്. നമ്മൾ കരുതുന്ന പോലെ സാമ്പത്തിക സൈനിക ശക്തി മാത്രമല്ല ചൈനയുടെ കരുത്ത്. ചൈന ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന കുതന്ത്രങ്ങളും ഇപ്പോൾ തന്നെ പയറ്റുന്നുണ്ട്. നമ്മൾ ആരും അറിയാതെ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ചൈനീസ് ബോംബുകൾ ഉണ്ട് എന്ന ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ റിന്യൂവബിൾ എനർജി, പുനർജീവിപ്പിക്കുന്ന ഊർജം, ഇതാണ് നമ്മുടെ ലോകത്തിന് മുഴുവൻ ഒരു വിപ്ലവ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ സ്വാഭാവികമായും പ്രകൃതി വിഭവങ്ങളെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഊർജമാക്കി മാറ്റണം. സോളാർ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഇലക്ട്രിക് വാഹനങ്ങളും സോളാറും ഒക്കെ നിർമ്മിക്കണമെങ്കിൽ ലോകത്തിന് ചൈനയെ ആശ്രയിക്കണം. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും സോളാർ പാനലുകൾ പോകുന്നത് ചൈനയിൽ നിന്നാണ്. കാരണം അത്രയും വില കുറഞ്ഞാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ നിന്ന് എത്തുന്നത്. ഏറ്റവും ഒടുവിൽ അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ സോളാർ പാനലുകൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു രഹസ്യ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ട്. ഇതെല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇതിൽ വാർത്ത വന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കി. നമ്മളാരും അറിഞ്ഞതായി ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മുടെ പത്രങ്ങളൊന്നും ഇത് കണ്ടില്ല. എന്നാൽ അവരൊക്കെ വലിയ ആശങ്കയോടുകൂടി ചർച്ച ചെയ്യുന്നു. അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ കണ്ടെത്തിയ സോളാർ പാനലുകളിലെ ചില പവർ ഇൻവെർട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അത് രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നതാണെന്നും എല്ലാ പ്രോഡക്റ്റുകളും ഡോക്യുമെന്റ് കണ്ടന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ പ്രോഡക്റ്റിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു നമുക്കെല്ലാം കണ്ടറിയില്ലല്ലോ. നമ്മളെ കിട്ടിയിരിക്കുന്ന ഒരു ഫൈനൽ പ്രോഡക്റ്റാണ്. ഇപ്പോൾ സോളാർ പാനൽ ആയിക്കോട്ടെ, റേഡിയോ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, നമുക്കറിയില്ല ഇതെന്തൊക്കെയാണ്. സാധാരണക്കാർക്കാർക്കും അറിയില്ല. എന്നാൽ അതിലെ കണ്ടന്റിൻ്റെ ഒരു ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ ലിസ്റ്റിനകത്ത് പവർ ഇൻവെർട്ടർ ഉണ്ട്. പവർ ഇൻവെർട്ടറിൻ്റെ വിശദാംശങ്ങൾ. പക്ഷെ പവർ ഇൻവെർട്ടറിൻ്റെ അകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല. അതീവ രഹസ്യമായി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ മാധ്യമങ്ങൾ പറയുന്നത്. ഈ പവർ ഇൻവെർട്ടറാണ് പവർ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ സോളാറിലെ വൈദ്യുതി കണക്ട് ചെയ്യുന്നത് പവർ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് ഈ പവർ ഗ്രിഡിൽ നിന്ന് വരുന്ന വൈദ്യുതിയാണല്ലോ എല്ലായിടത്തേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ വൈദ്യുതി ലൈനിലേക്ക് ബന്ധിപ്പിക്കുന്നത് ഈ പവർ ഇൻവെർട്ടറാണ്. ഈ പവർ ഇൻവെർട്ടർ പ്രവർത്തിക്കുന്നത് റിമോട്ടിലാണ്. നേരിട്ട് ആരും വരുന്നത് മെയിൻ്റനൻസിന് വേണ്ടിയും ക്ലീനിങ്ങിന് വേണ്ടിയും അപ്ഡേഷന് വേണ്ടിയും ഒക്കെ റിമോട്ട് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് എവിടെ ഒരു പവർ ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ആ പവർ ഇൻവെർട്ടർ റിമോട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്ഥലത്തിരുന്നുകൊണ്ട് ശരിയാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിതരണക്കാർക്ക് അത് ശരിയാക്കും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഇത് വലിയ അട്ടിമറിയുടെ ഒരു സൂചനയായി ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഒരു ലോകമഹായുദ്ധമുണ്ടായാൽ ഒരുപക്ഷെ ചൈന അതിനുവേണ്ടി ഒരുങ്ങുകയാണ് എന്ന ആരോപണങ്ങളുണ്ട്. ചൈന ഭൂമിയെ മൊത്തത്തിൽ വലം വയ്ക്കുന്ന തരത്തിലുള്ള മിസൈലുകൾ നിർമ്മിച്ചതായി വാർത്തയുണ്ടായിരുന്നു. ചൈന നിശബ്ദമായി ഒരുങ്ങുന്നത് ലോകം കീഴടക്കാനാണെന്നും ചൈനയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക്, ചൈനയുടെ ഏകാധിപത്യത്തിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുവരുന്ന ഒരു കാലം വരുമെന്നും ആ ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ലോകത്തെവിടെയും സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിയുമെന്നുമുള്ള വാർത്തയാണ് ഞാൻ ഇന്ന് വളരെ ആശങ്കയോടെ ഭയത്തോടെ വായിച്ചത്. അതായത് ഈ റിമോട്ട് കൺട്രോളിൽ വെച്ച് നമ്മുടെ വീട്ടുമുറ്റത്തിരിക്കുന്ന ഒരു സോളാർ പാനൽ ചൈനയ്ക്ക് വേണമെങ്കിൽ പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയും. ലോകത്തെല്ലായിടത്തും ചൈനയ്ക്ക് അതിന് സാധിക്കുകയും ഇത് കുഴപ്പമുണ്ടാക്കുന്നത് വെറും കേവലം നമ്മുടെ സോളാർ പാനൽ പൊട്ടിപ്പോവുകയല്ല,
ഈ സോളാർ പാനലും വൈദ്യുതി ലൈനുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു ആസൂത്രിത സ്ഫോടനം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആയിരക്കണക്കിന് സോളാർ പാനലുകൾ ഒരുമിച്ച് പൊട്ടിയാൽ അത് പവർ ഗ്രിഡിനെ ബാധിക്കും, ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് പോർച്ചുഗലും സ്പെയിനിലും വലിയ ബ്ലാക്ക് ഔട്ട് ഉണ്ടായി. പവർ ഗ്രിഡുകൾ പൊടുന്നനെ നിന്നുപോയി. തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അട്ടിമറിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പവർ ഗ്രിഡുകൾ മുഴുവൻ നിശ്ചലമാക്കാനും ലോകത്ത് സ്ഫോടനമുണ്ടാക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ചൈന സാങ്കേതിക വിദ്യ വളർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ ഞാൻ ഞെട്ടലോടെ വായിച്ചത്. ചൈനയ്ക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ലോകത്തിന് വലിയ അപകടമായി, ഭീഷണിയായി ചൈന മാറുകയാണ്. വരാൻ പോകുന്ന കാലത്ത് ചൈനയായിരിക്കും ഒരുപക്ഷെ ലോകത്തിന്റെ ഏറ്റവും വലിയ ത്രട്ട്, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി. വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ലോകത്തിന് മുഴുവൻ വിതരണം ചെയ്തുകൊണ്ട് ചൈന നടത്തുന്ന ഈ സമ്പൂർണ്ണ സാമ്രാജ്യത്വ ശ്രമം, അതിനെ എങ്ങനെ ലോകം സംഘടിതമായി ചെറുക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്.